പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാന പഠന വിഷയമാക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 21-ാം അധ്യായം. ഈ അധ്യായം യോഹന്നാൻ്റെ ശിഷ്യന്മാർ പിന്നീട് ചേർത്തതാകാനാണ് സാധ്യത. യേശു തിബേരിയോസ് കടൽ തീരത്തു വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തുന്നതും യേശു പത്രോസിനെ അജപാലകനായി നിയോഗിക്കുന്നതുമാണ് ഈ അധ്യായത്തിൻ്റെ പ്രധാന ഉള്ളടക്കം. യേശുവിനോട് ചേർന്ന് നിന്ന് യേശുവിൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിച്ചാൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ എന്തെന്ന് 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. തിബേരിയോസ് കടൽ തീരത്ത് വെച്ച് യേശു ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. ശിമയോൻ പത്രോസ്, തോമസ്, നഥാനിയേൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. മനുഷ്യരെ പിടിക്കാനായി യേശു കൂട്ടിക്കൊണ്ടുവന്ന മീൻ പിടുത്തക്കാരായിരുന്ന ശിഷ്യർ മുക്കുവ തലവനായ പത്രോസിനോടൊപ്പം ശിഷ്യത്വത്തിൻ്റെ പാതയിൽ നിന്നകന്ന് വീണ്ടും വഞ്ചിയും വലയുമെടുത്ത് മീൻ പിടിക്കാൻ പോകുന്നതാണ് നാം ഇവിടെ ദർശിക്കുന്നത്. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ലെന്ന് യേശു പറഞ്ഞിട്ടുള്ളതാണല്ലോ. യോഹന്നാൻ 15:15. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. യേശു പറഞ്ഞതനുസരിച്ച് അവർ വലയിട്ടു. അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറങ്കുപ്പായമെടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞതനുസരിച്ച് വല ഇറക്കിയപ്പോൾ ലഭിച്ച മത്സ്യത്തിൻ്റെ ആധിക്യം നോക്കുക. വലയിൽ കയറിയ 153 മത്സ്യങ്ങൾ സഭയിൽ അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷ വഴി ലഭിക്കാനിരിക്കുന്ന പ്രേക്ഷിത വിജയത്തെ സൂചിപ്പിക്കുന്നു. ഇന്ന് നാം കർത്താവിൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിക്കുകയും അൾത്താരകളിലെ തിരുബലിയോട് ചേർത്ത് നമ്മുടെ അധ്വാനങ്ങളും ശുശ്രൂഷകളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്താൽ ഇതുപോലെ അത്ഭുതകരമായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെയും ഉണ്ടാകും. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണെന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. പെറ്റമ്മയുടെ വാത്സല്യത്തോടെ ശിഷ്യർക്ക് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന യേശുവിൻ്റെ ചിത്രം ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുപോലെ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ നിന്ന് അകന്നുപോയ അപ്പസ്തോലന്മാരെ തേടിയെത്തി അവരെ കുറ്റപ്പെടുത്താതെ വാത്സല്യപൂർവം കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച്
നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്ന യേശുവിൻ്റെ സമീപന രീതിയും മാതൃകയും പ്രത്യേകം ശ്രദ്ധേയവും അനുകരണീയവുമാണ്. 21:11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ യേശു പത്രോസിനെ അജപാലകനായി നിയോഗിക്കുന്ന സംഭവം വിവരിക്കുന്നു. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. 2-ാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. യേശു 3-ാം പ്രാവശ്യവും പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതാണല്ലോ. തള്ളിപ്പറഞ്ഞെങ്കിലും യേശു പത്രോസിനെ ഉപേക്ഷിച്ചില്ല. പക്ഷെ ഇവിടെ അവനെക്കൊണ്ട് 3 പ്രാവശ്യം തൻ്റെ വിശ്വാസം ഏറ്റുപറയിക്കുകയാണ്. തുടർന്ന് യേശു പത്രോസിനോട് പറഞ്ഞു, 18 മുതലുള്ള വാക്യങ്ങൾ, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് യേശു പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പത്രോസിനെ കുരിശിൽ തറച്ചു കൊല്ലുകയായിരുന്നു. കുരിശോളം പത്രോസ് യേശുവിനെ അനുഗമിച്ചു. പാരമ്പര്യം പറയുന്നത് പത്രോസിനെ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് പത്രോസ്ലീഹ പറഞ്ഞു, എൻ്റെ നാഥനെ പോലെ കുരിശിൽ തറയ്ക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, അതിനാൽ എന്നെ തലകീഴായി കുരിശിൽ തറയ്ക്കുക. അങ്ങനെ പത്രോസ്ലീഹായെ തലകീഴായി ക്രൂശിക്കുകയായിരുന്നു. തുടർന്ന് നമുക്ക് 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകാം. പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു. ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്നുകൊണ്ട്, കർത്താവെ, ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത്. അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവെ, ഇവൻ്റെ കാര്യം എന്ത്? യേശു പറഞ്ഞു, ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ പരന്നു. എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത്. പ്രത്യുത, ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ് യേശു പറഞ്ഞത്. 24-ാം വാക്യത്തിൽ പറയുന്നു, ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യരെക്കുറിച്ചാണ്. 25-ാം വാക്യത്തിൽ പറയുന്നു, യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് 21-25 ശ്ലീഹ പറയുന്നത്. ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റനേകം അടയാളങ്ങളും യേശു പ്രവർത്തിച്ചു എന്ന് 20-30 പറയുന്നുണ്ടല്ലോ. യേശു പറഞ്ഞതും പഠിപ്പിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം ഉൾക്കൊള്ളാൻ ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഒരു ഗ്രന്ഥ സമാഹാരത്തിനോ സാധിക്കുകയില്ല എന്നതാണ് സത്യം. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ
ഈ ആഴമായ പ്രബോധനങ്ങളും സന്ദേശങ്ങളും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമുക്ക് നിരന്തരം ധ്യാനിക്കാം. യേശുവിനോട് കൂടെ അല്ലാതെ ഒരിക്കലും ഒന്നും പ്രവർത്തിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. യേശുവിനോടൊത്ത് അവൻ്റെ വചനമനുസരിച്ച് എല്ലാം പ്രവർത്തിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളും ഫലദായകമാകട്ടെ. യേശുവിനോട് കൂടെ അവിടുത്തെ വചനമനുസരിച്ച് നാം പ്രവർത്തിക്കുമെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപൂർണമാകും. നാം അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുകയും അവിടുത്തോട് കൂടെ പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പോൾ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയും 5 അപ്പം എടുത്ത് ഈശോയുടെ കയ്യിൽ കൊടുത്തപ്പോൾ 5000 പുരുഷന്മാർ ഭക്ഷിച്ച് ബാക്കി വന്നത് 12 കുട്ട നിറയെ ശേഖരിച്ചതുപോലെ വിസ്മയകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. അതിനാൽ നമുക്ക് കർത്താവിനോട് ചേർന്ന് നിന്ന് അവിടുത്തെ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് തിരുഹിതം നിറവേറ്റാൻ പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.